ജമാഅത്തെ ഇസ്ലാമിയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് UDF യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ നിലവിലുള്ള UDF-നാവില്ല എന്നവർക്ക് മനസ്സിലായി. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ അവർക്ക് മനസ്സിലായതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്രാവശ്യം പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ലീഗും പരസ്യമായിട്ട് പിന്തുണ നേടിക്കൊണ്ട് തന്നെ കോൺഗ്രസും അതിശക്തിയായി വർഗീയ കൂട്ടുകെട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ SDPIയും തീവ്ര വർഗീയ വിഭാഗങ്ങൾ അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അത് കേരളത്തിൽ ഏറ്റവും ശക്തിയായിട്ട് ആ കൂട്ടുകെട്ട് രൂപപ്പെട്ടത് വടക്കൻ കേരളത്തിലാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. നൂറുകണക്കിന് സീറ്റുകളിൽ UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് മത്സരിക്കുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് UDF-ഉം അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഈ കൂട്ടുകെട്ടിന് മുതിർന്നത് എങ്കിലും ഞങ്ങൾക്കൊരു സംശയമില്ല, ഈ വർഗീയ മുന്നണികളെയെല്ലാം ഭൂരിപക്ഷ വർഗീയത ഒരു ഭാഗത്ത് BJP കൈകാര്യം ചെയ്യുമ്പോൾ അതോടൊപ്പം ചേർന്ന് ന്യൂനപക്ഷ വർഗീയത UDF, ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുമ്പോൾ ഇതിന് രണ്ടിനുമെതിരായ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാ സമുദായ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു വിഭാഗം ഒഴിഞ്ഞു നിൽക്കും എന്നുള്ളതല്ല. ജമാഅത്തെ ഇസ്ലാമിക്കൊന്നും യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ല. സ്വാധീനം യഥാർത്ഥത്തിൽ മറ്റ് സാമുദായിക വിഭാഗങ്ങൾക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഈ കൂട്ടുകെട്ടിനെതിരായി ശരിയായ ജനരോഷം പ്രകടിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് ന്യൂനപക്ഷം ഉൾപ്പെടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച UDF-ന് കൃത്യമായ മറുപടി നൽകാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല.